ഇന്നത്തെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന വളരെ അപകടകരമായ ഒരു ദുശീലമാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് അടിമപ്പെടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ദുഃഖങ്ങൾ മറക്കാനും സന്തോഷത്തിനായുമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്നാണ് പല മയക്കുമരുന്ന് അടിമകളും പറയുന്നത്. മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗം എന്ന നിലയിൽ പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ വിപരീത ഫലമാണ് സൃഷ്ടിക്കുന്നത്. സ്കൂളുകളെയും കോളേജുകളെയും ലക്ഷ്യം വെച്ച് ഒട്ടനവധി ലഹരി മാഫിയ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നു. മിഠായിയുടെയും കേക്കിന്റെയും എന്ന് വേണ്ട ഏത് രൂപത്തിലും ഇവ ലഭിക്കുന്നു. ആദ്യം സൗജന്യമായി കൊടുത്ത് പിന്നീട് പൂർണ്ണമായും ഇതിന് അടിമപ്പെടുത്തുന്ന പ്രവണതയും ഇന്ന് കണ്ടുവരുന്നു. മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം യുവതലമുറയുടെ ഒരു വലിയ വിഭാഗം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം ജീവിതം കാർന്നു തിന്നുന്ന ലഹരി ഇനി നമുക്ക് വേണ്ട. ചേർന്നു നിൽക്കുന്നവരുടെ ചിരി മായാതിരിക്കാൻ ലഹരിയോട് നോ പറയാം. മതിയാവാത്ത ഈ ലോകത്ത് മതിവരുവോളം ജീവിക്കാൻ മതിയാക്കണം ഈ ലഹരികൾ. മയക്കുമരുന്നിന് അടിമയാകുമ്പോൾ നശിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇതാ അവതരിപ്പിക്കുന്നു. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരസാർദൂല കർത്തവ്യം ദൈവമാഹ്നികം. ആദി, നീ റെഡിയായില്ലേ? ദാമ്മേ വരുന്നു. അങ്കിളെ ആദി എവിടെയാ? ആ അവർ റെഡിയാവുക, നീ ഇരിക്കി. എടാ നീ റെഡിയായില്ലേ? ഇത് വിഷ്ണു എത്തി. ദാച്ച വരണു. ഫസ്റ്റ് ഡേനെ ലേറ്റ് ആയിട്ട് പോയാ ടീച്ചർ ചീത്ത പറയുന്ന പറഞ്ഞ്. ആ വാ പോവാ. ആ വാ വേഗം പോവാ. എടാ എന്താ കുറച്ച് പൈസ, ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ? അയ്യോ എടാ ഞാൻ പേന എടുക്കാൻ മറന്നടാ. ആ സാരമില്ല, ദാ കാണുന്ന കടയിൽ പോയി മേടിക്കാം. ചേച്ചി ഒരു നീലമശി പേന. സുഗുണ, ഒരു നീലമശി പേനിങ്ങെടുക്ക്. വേറെന്തെങ്കിലും വേണോ മക്കളെ? വേണ്ട ചേച്ചി. എത്രയായി? 5 രൂപ. ആദി ഞാൻ പൈസ എടുത്തിട്ടില്ലടാ. ആ ശരി ശരി, ഞാൻ കൊടുക്കാം. ഇതെന്താ ചേച്ചി ഒരു മിഠായി? ഇന്ന് ആദ്യമേ കടയിൽ നിങ്ങളാ വന്നത്, അതുകൊണ്ട് ചേച്ചിയുടെ വക ഒരു സമ്മാനം. ദാ സമയായടാ, വേഗം പോവാ. നല്ല ടേസ്റ്റ് ഉണ്ട്. മക്കളെ, വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും അടിച്ചു പൊളിച്ചില്ലേ? ടീച്ചർ. എന്താടാ അത്, ആദ്യ ദിവസം തന്നെ ലേറ്റ് ആയിട്ടാണോ വരുന്നേ? അത് പിന്നെ ബസ് കിട്ടില്ല ടീച്ചർ. ആ കേറി. ആ അപ്പൊ വെക്കേഷൻ നിങ്ങൾ എവിടൊക്കെ പോയി? മസനോടി വഴി ഊട്ടി ഗുണക്കേവ്. ടീച്ചറെ, വാൾപ്പാറ. ശരി ശരി, നിങ്ങൾ പോയ സ്ഥലത്തെ കുറിച്ചൊരു യാത്രാവിവരണം എഴുതിത്താ വേഗം. ആദി ആ മുട്ടായി നന്നായിരുന്നു അല്ലേ? ആ എനിക്കത് ഇഷ്ടപ്പെട്ടു, ഇനിയും വേണം. പോകുമ്പോ മേടിക്കാല്ലോ. ആ വാങ്ങാം. മതി എല്ലാരും താ. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. ചേട്ടാ, രാവിലെ തന്ന മിഠായി ഇനി ഉണ്ടോ? ആ ഉണ്ടല്ലോ, ഇന്നത്തെ പോലെയല്ല, നാളെ പൈസ തന്നാലേ മിഠായി തരൂ. എന്തായി, ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താടാ നിനക്ക് വയ്യേ? ചെറിയൊരു തലവേന. ഭക്ഷണം തരട്ടെ? വേണ്ട, ഒരു ഗ്ലാസ് കാപ്പി മതി. ശരി, ഇപ്പൊ കൊണ്ടുവരാം. അമ്മയോട് എങ്ങനെയാ ഇപ്പൊ പൈസ ചോദിക്കുക? ആ പിന്നെ അമ്മ നാളെ ടീച്ചർ ഒരു 100 രൂപ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, തരാലോ. ഡാ, നിനക്ക് രാത്രി എന്താ കഴിക്കാൻ വേണ്ടേ? അത് പിന്നെ കരിമീനോ കപ്പയോ കൊഞ്ചോ എന്താന്ന് വെച്ചാ പോരട്ടെ.
ഡാ വന്നപ്പോ തുടങ്ങിയതാ ഫോൺ നോക്കാൻ. ഇപ്പോഴും തലവേദന ഇനിയും കൂട്ടാനാ. ഡാ ഇത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. മോനെ, അമ്മ പൈസ തരാൻ പറഞ്ഞു. നാളെ മിഠായി മേടിക്കാപ്പോ. ആ സെറ്റ്. എൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല, നോക്കാം. അമ്മ, ഇന്നലെ തരാന്ന് പറഞ്ഞ പൈസ. ആ എന്നാ ആ ശരി അമ്മേ, ബൈ. ചേട്ടാ, ഇന്നലെ തന്ന മിഠായി ഇനിയും വേണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ പൈസ കൊണ്ടുവന്നാലേ തരുള്ളൂ. ആ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എല്ലാവരും ബുക്ക് എടുത്തേ. ആരാ അവിടെ കിടക്കുന്നേ? അതാ ആദ്യം വിഷ്ണു ടീച്ചറെ. ഡാ എനിക്ക് ക്ലാസ്സിൽ വരുന്ന കിടന്നുറങ്ങാനാ? സോറി ടീച്ചർ. ആ കുഴപ്പമില്ല, ഇരിക്ക്. എടാ, ഇന്ന് ഉച്ചവരെയാണെങ്കിൽ നൈസായില്ലേ? ആടാ. ആ ഇന്നും കൂടെ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ കേട്ടാ. അമ്മ, എനിക്ക് നാളെ ഒരു 500 രൂപ വേണം. നിനക്കെന്തിനാ അത്രയും പൈസ? എനിക്ക് എൻ്റെതായ പല ആവശ്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് പൈസ തരാൻ പറ്റുമോ ഇല്ലയോ? എന്താ പ്രശ്നം അവിടെ? ഇവന് 500 രൂപ വേണത്രേ. എന്തിനാന്ന് ചോദിച്ചപ്പോ ചൂടാവുന്നു. ഇവന്റെ സ്വഭാവം ആകെ മാറി. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ദേഷ്യവും വഴക്കുമാണ്. ചേട്ടാ, ആ മുട്ടായി. ആ പൈസയോ? ഡാ, എന്ത് പരിപാടിയാ കാണിച്ചേ? എനിക്കോ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ? ഇതെന്റെ പൈസക്കല്ലേ വാങ്ങിയത്, ഞാൻ തന്നെ കഴിക്കും. വിഷ്ണുവിനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം, കുറെ ചോര പോകുന്നുണ്ട്. ഹലോ, ഇത് ആദ്യയുടെ പേരന്റ് അല്ലേ? ആ അതെ. ഇതാരാ? ഞാൻ അവന്റെ ക്ലാസ് ടീച്ചറാണ്. നിങ്ങളൊന്ന് സ്കൂൾ വരെ വേഗം വരണം. എന്താ ടീച്ചറെ? ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ വേഗം വരണം. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഹലോ, ഇത്
സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇവിടെ അഡ്മിറ്റ് ചെയ്ത വിഷ്ണു ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ലഹരിയുടെ അവസ്ഥയിലായതുകൊണ്ടും റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ടും ഡോണറിന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. ഇപ്പം അതേ പറയാൻ പറ്റുള്ളൂ. ആദിയുടെ പാരൻസ് ഇല്ലേ സാർ? ആക്സിഡൻ്റലി ആണെങ്കിൽ പോലും ആദിയുടെ കൈ കൊണ്ടാണ് വിഷ്ണുവിന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. മേ ബി വിഷ്ണുവിൻ്റെ കാര്യം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണെങ്കിൽ അത് ആദിയെയും ബാധിക്കും. നിന്റെ കൂട്ടുകാരൻ്റെ അവസ്ഥ കണ്ടില്ലേ നീ? എന്തിനാണ് അങ്ങനെയൊക്കെ? നിന്റെ പാരൻസിനെ പറ്റി ഓർത്തോ നീ? ഇവരെക്കാൾ വലിയ അല്ലെങ്കിൽ ഈ ജീവിതത്തെക്കാൾ വലിയ എന്ത് ലഹരിയാണുള്ളത്? ഇതേപോലൊരു കേസിൽ പെട്ട ഭാവിയിലൊരു ജോലിയോ വിദേശത്ത് പോകാനോ ഒന്നിനും പറ്റില്ല. ജീവിതം ഒന്നിനും കൊള്ളാതായി പോകും. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ ഓടിക്കയറുന്ന ഡ്രഗ്സിലോട്ടാണ്. ശരിക്കും ജീവിതത്തെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്ന യഥാർത്ഥ ലഹരി നിമിഷ സുഖങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ പറ്റാവുന്ന ഒരു അനുഗ്രഹം എന്തിനാ ചുമ്മാ നശിപ്പിച്ചു കളയുന്നു? ഏതൊരു വിശുദ്ധനും മോശമായ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഏതൊരു പാപിക്കും ഒരു ഫ്യൂച്ചർ ഉണ്ട്. സോ സേ നോ ടു ഡ്രഗ്സ് ആൻഡ് യെസ് ടു ലൈഫ്. ലഹരിയാൽ അടിമപ്പെട്ട ചെറുപ്പക്കാരെന്നതിന് പകരം ലഹരിയെ കീഴടക്കിയ ചെറുപ്പക്കാരായി നമുക്ക് മാറാം. ഒന്നിച്ചു പോരുതാം.